ഇത് സംഭവം കൊള്ളാട്ടോ. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇത് നോർമലി മൈദയിലാണ് ഉണ്ടാക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വറുക്കാത്ത റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില എസൻസ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഈ ഒരു തയ്യാറാക്കിയെടുക്കുന്ന മുട്ട മിക്സിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അഥവാ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അഥവാ കൂട്ട് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിക്ക് സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് സോഫ്റ്റ് അല്ല. ഈ ഒരു രീതിക്കുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിന് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ബോർഡിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം കനത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഒരെണ്ണം എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നടുഭാഗം വിട്ടിട്ട് 2 സൈഡിലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെട്ട് കേക്കാണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഇതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ 21 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വരുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ 1-2 ആഴ്ചകളൊക്കെ കേടാകാതെ ഇരുന്നോളും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഉള്ളിൽ അല്പം സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.